മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പെൺമയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്ത്രീത്വമാണ് ചിത്ര ശ്രീകുമാർ. തിരുവനന്തപുരം സ്വദേശിനിയാണ് ചിത്ര. NSS കോളേജിലെ അധ്യാപിക, കവിയത്രി, ഒരു പാട്ടുകാരി, ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾക്ക് ഉടമസ്ഥയാണ് ചിത്ര. ചിത്രയുടെ തൂലികയിൽ പിറന്ന കവിതാ സമാഹാരം വായിക്കുക നമുക്ക് നല്ലൊരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഭക്തിഗാന കാസറ്റുകളിലൂടെ ചിത്രയുടെ സ്വരം കേൾക്കുക. ഇതിനൊക്കെ പുറമെ നല്ലൊരു പാചക വിദഗ്ധ കൂടിയാണ് ചിത്ര. അതുകൊണ്ടല്ലേ പാചകത്തെക്കുറിച്ചുള്ള ബുക്കുകൾ രചിക്കാൻ കഴിയുന്നത്. ചക്ക മുതൽ ചിക്കൻ വരെ, അതാണ് ഫേമസ്. എന്തായാലും ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല ചിത്രയുടെ വിശേഷങ്ങൾ. നമുക്ക് പെൺമയിലൂടെ കാണാം. വളരെ ചെറുപ്പത്തിൽ ഞാൻ വളരെ കുറച്ചൊക്കെ എഴുതി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ എഴുത്ത് വളരെ കാര്യമായിട്ട് എടുത്തത് മോനൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ്. മനസ്സെന്നുള്ള ഒരു കവിതയാണ് ആദ്യം എഴുതിയത്. അത് ഭക്തപ്രിയയിൽ 93-ലാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് കവിത എഴുതാനായിട്ട് കൂടുതൽ താല്പര്യം തോന്നി. കവിത രചനയിൽ വളരെ ശ്രദ്ധ ചെലുത്താനും തുടങ്ങി. അപ്പോൾ തുഞ്ചൻ.com എന്നുള്ളൊരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാനായിട്ട് ആണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ മഞ്ചാടിമണികൾ എന്നുള്ള ഒരു ബാലസാഹിത്യമാണ് എൻ്റെ ആദ്യത്തെ കൃതി. അത് ഞാൻ സായി ഗ്രാമത്തിലെ കുട്ടികൾക്ക് അതിന്റെ കോപ്പിറൈറ്റും ആ പുസ്തകങ്ങളും അവർക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. മഞ്ചാടിമണികളാണ് എൻ്റെ ആദ്യ കവിതാ സമാഹാരം. അത് ബാലസാഹിത്യമാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള കൊച്ചു കൊച്ചു കവിതകളാണ് അതിലുള്ളത്. പിന്നീട് തുഞ്ചൻ.com എന്നുള്ള ഒരു കവിതാ സമാഹാരവും ഇപ്പോൾ പ്രണയമഴ എന്നുള്ള വേറൊരു കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചു. അതിൽ തുഞ്ചൻ.comന് കേരള എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ഒരു അവാർഡ് കിട്ടുകയുണ്ടായി. പിന്നീട് കണ്ണീർ പാടങ്ങൾ എന്നുള്ള ഒരു പുതിയ പുസ്തകം, അത് കഥാസമാഹാരമാണ്. ദാമ്പത്യ കഥകളാണ് അതിലുള്ളത്. അതും പ്രസിദ്ധീകരിച്ചു. പിന്നെ ആസ്വാദനങ്ങൾ, അന്വേഷണങ്ങൾ എന്നുള്ള ഒരു ലേഖന സമാഹാരമുണ്ട്. അതിന് തിക്രുസി ഫൗണ്ടേഷന്റെ ഒരു സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇത്രയുമാണ് എൻ്റെ സാഹിത്യ കൃതികൾ. പ്രണയമഴ എന്ന കവിതാ സമാഹാരത്തിന് അവതാരികയും പഠനവും എഴുതി തന്നിട്ടുള്ളത് ചുനക്കര രാമൻകുട്ടി സാറും എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ K. വാസുകുട്ടൻ സാറുമാണ്. അതെന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതില് ഒരുപാട് കാലിക പ്രസക്തിയുള്ള കവിതകളുണ്ട്. ഇന്നത്തെ നമ്മളുടെ സമൂഹത്തിൽ സ്ത്രീയും പ്രകൃതിയും ഒരുപോലെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ശാസ്ത്രീയമായി വളരെയേറെ പുരോഗതി പ്രാപിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. അപ്പൊ ഇതെല്ലാം ഇതിലുള്ള കവിതകളിലെ പ്രമേയമായി മാറിയിട്ടുണ്ട്. പ്രകൃതി ചൂഷണവും സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന പീഡനങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളും അക്രമങ്ങളും ഒക്കെ ഇതിലെ പല കവിതകളിലും പ്രമേയമാക്കി തീർക്കാൻ സാധിച്ചു. അതെന്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. പണ്ടത്തെ ഓണത്തിന്റെ നല്ല ഓർമ്മകളും ഇന്ന് ഹൈടെക്കായി മാറിയിരിക്കുന്ന ഓണത്തിന്റെ പ്രത്യേകതകളും നമ്മൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനുഷിക മൂല്യച്യുതിയും ബന്ധങ്ങളുടെ ശൈഥില്യവും ഒക്കെയാണ് ഈ കവിതകളിൽ പരാമർശിക്കുന്നത്. ഇന്ന് നമ്മളുടെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങൾ പറയാതെ വയ്യല്ലോ. എത്രയോ സൗമ്യമാർ നമ്മളുടെ കൺമുന്നിലുണ്ടാവുന്നു. എത്രയേറെ നിർഭയമാർ. ഇതൊക്കെയാണ് നീതിദേവതയെ ഇനി കൺതുറന്നിടൂ, ന്യായം അന്യായം
എന്നൊക്കെയുള്ള കവിതകളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. വാടകയ്ക്ക് ഗർഭപാത്രം പോലും ലഭ്യമാകുന്ന ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയാണ് വ്യക്തിബന്ധങ്ങൾ ശിഥിലമാവാതിരിക്കുക? വാടകയ്ക്ക് എന്നുള്ള കവിതയും തുഞ്ചൻ.comലെ പകൽ വീട് എന്നുള്ള കവിതയും ഈ അമ്മമാരുടെ ഒരു അവസ്ഥ തന്നെ വ്യക്തമാക്കുന്നു. മാതൃത്വം എന്നൊരു കവിതയിലും കുഞ്ഞിനെ കൊല്ലാനും ഭ്രൂണഹത്യ നടത്താനും ഒക്കെ തയ്യാറാകുന്ന അമ്മമാരുടെ അവസ്ഥയും ആ മാതൃത്വത്തിന് സംഭവിച്ച ഒരു കോട്ടവും ഒക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. തുഞ്ചൻ.com എന്ന ഒരു കവിത തന്നെ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഈ സമാഹാരത്തിന് തുഞ്ചൻ.com എന്ന പേര് കൊടുത്തത്. ഇന്നത്തെ നമ്മളുടെ സമൂഹത്തെ ഭാഷയ്ക്കും ച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളം ശ്രേഷ്ഠ ഭാഷയായി എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും മലയാളം പറയാൻ അറിയില്ല എന്ന് പറയുന്ന ധാരാളം കുട്ടികൾ നമ്മളുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഈ ഭാഷയ്ക്ക് ധാർമ്മിക മൂല്യങ്ങൾക്കും ഒരുപോലെ കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിലേക്ക് ഭാഷാപിതാവായ എഴുത്തച്ഛൻ കടന്നുവന്നെങ്കിൽ എന്ന ആഗ്രഹമാണ് ഈ കവിതയിൽ. ആ കവിത എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമാഹാരത്തിന് തുഞ്ചൻ.com എന്ന പേര് കൊടുത്തിട്ടുള്ളത്. ഇതിലെ മറ്റൊരു പ്രിയപ്പെട്ട കവിത, എനിക്ക് പ്രിയപ്പെട്ട ഒരു കവിത മനസ്സാണ്. അതാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയ കവിത. മനസ്സ് എന്താണെന്ന മകന്റെ ചോദ്യത്തിന് ഒരമ്മ കണ്ടെത്തുന്ന മറുപടിയാണ് ആ കവിത. ഇന്ന് പുഴകൾക്കുണ്ടാകുന്ന അവസ്ഥ, ശോച്യാവസ്ഥ എല്ലാ കവികളും പ്രമേയമാക്കാറുണ്ട്. ഇതില് ഒരു കവിത പുഴ മഴ മിഴിനീർ എന്നൊരു കവിതയുണ്ട്. അതും പുഴകൾക്കുണ്ടാകുന്ന തെളിനീരല്ലി പുഴകളിലുള്ളത് മലിനക്കൂമ്പാരം എന്ന തിരിച്ചറിയുമ്പോൾ ഒരു ഹൃദയത്തിലുണ്ടാകുന്ന നൊമ്പരമാണ് ഈ കവിതയിലുള്ളത്. പകൽ വീടെന്ന കവിത കുഞ്ഞിനെ ഡേ കെയറിലാക്കി വളരെ നൊമ്പരത്തോടുകൂടി ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരുന്ന അമ്മ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ മകൻ അമ്മയെ പകൽ വീട്ടിൽ കൊണ്ട് ആക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിലൊട്ടും പരിഭവം കാണിക്കാതെ പുതിയ തലമുറയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരമ്മയുടെ മനസ്സാണ് ആ പകൽ വീട്ടിലുള്ളത്. ഇങ്ങനെ കാലിക പ്രസക്തിയുള്ള കുറെ കവിതകളാണ് തുഞ്ചൻ.comലും ഉള്ളത്. മഞ്ചാടി മണികളിലെല്ലാം കുട്ടിക്കവിതകളാണ്. കുട്ടികൾക്ക് ചെറിയ ചെറിയ വരികളിലൂടെ കുറച്ച് ആധ്യാത്മിക മൂല്യങ്ങളും നന്മയും ഒക്കെ ആവിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു, പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. ഇതൊക്കെ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയ കവിതകളാണ്. അത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സായിഗ്രാമത്തിലെ കുട്ടികൾക്ക് സമർപ്പിച്ചു. ഇതിന്റെ കോപ്പിറൈറ്റും ഞാൻ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. കണ്ണീർപ്പാടങ്ങൾ എന്റെ കുറച്ച് കഥകൾ, 8 കഥകളേ ഉള്ളൂ. കഥകളൊക്കെ പ്രസിദ്ധീകരിച്ച കഥകളാണ്. അപ്പൊ അതിന് ശ്രീമതി സാറാ തോമസ് ആണ് എനിക്ക് അവതാരിക എഴുതി തന്നത്. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി അണുകുടുംബ വ്യവസ്ഥയിലേക്ക് എത്തപ്പെട്ട ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മളുടെ കുടുംബ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ പൊരുത്തക്കേടുകൾ കടന്നു വരാറുണ്ട്. ധാരാളമായിട്ട് പൊരുത്തക്കേടുകൾ ഇന്നത്തെ പുതുതലമുറയുടെ ദാമ്പത്യത്തിൽ കാണുന്നു. വിവാഹമോചനങ്ങളൊക്കെ ആഘോഷിക്കുന്നവർ ഇന്ന് നമ്മളുടെ നാട്ടിൽ ധാരാളമുണ്ട്. അപ്പം ഇത്തരം ഈ ഒരു അവസ്ഥയിൽ ഈ പൊരുത്തക്കേടുകൾ, ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ
ചൂണ്ടിക്കാണിക്കുന്ന, എങ്ങനെ നമുക്കത് തരണം ചെയ്യാമെന്ന ചിന്ത ഉള്ളിൽ ഉളവാക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ എഴുതിയതാണ് ഈ കഥകളൊക്കെ. അപ്പോൾ ഈ കഥകൾ വായിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭമോ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടും കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ കേട്ടതോ കണ്ടതോ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭങ്ങൾ വായനക്കാരന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഞാൻ ധന്യയായി എന്ന് ഞാൻ അതിലെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. നമ്മളുടെ ചുറ്റും ഇതിങ്ങനെയുള്ള പല പല കാഴ്ചകളും കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരം കഥകളാണ് കണ്ണീർ പാടങ്ങൾ എന്നുള്ള ഒരു കഥാസമാഹാരം. അതിന്റെയും പ്രകാശനം കഴിഞ്ഞിട്ടില്ല, അത് പുസ്തകമായിട്ടേ ഉള്ളൂ. എന്റെ ഈ പുസ്തകങ്ങൾക്കൊക്കെ, എന്റെ പല പുസ്തകങ്ങൾക്കും കവർ പേജ് തയ്യാറാക്കി തന്നിട്ടുള്ളത് എന്റെ ശ്രീമാൻ ശ്രീ പി ശ്രീകുമാറാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയട്ടെ. അപ്പൊ ഇതിനും അദ്ദേഹം തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. കണ്ണീർ പാടം എന്നൊരു കവിത വൈലോപ്പിള്ളിയുടെ വളരെ പ്രശസ്തമായ ഒരു ശീതസമര കവിതയാണ്. പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ ആ കവിത പഠിക്കുന്ന സന്ദർഭത്തിൽ ആ കവിത തന്നെ ഒരു ശീതസമര കവിതയാണ്. അപ്പൊ ആ കവിത മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. അപ്പൊ ആ കവിത ചൊല്ലുന്ന ഒരു കഥാപാത്രം ഈ കഥയിലുണ്ട്. അതുകൊണ്ടാണ് കണ്ണീർ പാടങ്ങൾ എന്ന് ഈ കഥാസമാഹാരത്തിന് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. ഈ കവിതാ സമാഹാരങ്ങളിലെല്ലാം തുഞ്ചൻ.com-ലും പ്രണയമഴയിലും കുട്ടിക്കവിതയിലും ഒക്കെ ഭക്തിരസം നിറഞ്ഞു നിൽക്കുന്ന ധാരാളം കവിതകളും ഉണ്ട്. ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള, ആറ്റുകാലമ്മയെ കുറിച്ചുള്ള പൊങ്കാല, നൈവേദ്യം, ഇതെല്ലാം ഭക്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കവിതകളാണ്. കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം അനുഭവിച്ചറിഞ്ഞ ധാരാളം മുഹൂർത്തങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണൻ കൂടെയുണ്ടോ എന്നൊരു ചിന്ത തന്നെ പലപ്പോഴും തോന്നിപ്പിക്കുന്ന പോലെ ഭഗവാന്റെ ആ ഒരു കാരുണ്യം അനുഭവിച്ചറിയുമ്പോ കണ്ണനെ കുറിച്ച് എങ്ങനെയാണ് എഴുതാതിരിക്കുക. കണ്ണനെ കുറിച്ചുള്ള കുറെ ലളിതഗാനങ്ങൾ ആകാശവാണിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലളിതഗാനങ്ങൾ എഴുതാൻ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നി. ഉണ്ണിക്കണ്ണനെ കുറിച്ചുള്ള ലളിതഗാനങ്ങളാണ് തൃക്കൈവണ്ണ എന്ന CD ആയിട്ട് ആവിഷ്കരിക്കാൻ എനിക്ക് സാധിച്ചത്. അതിൽ വളരെ പ്രഗത്ഭരായ പ്രശസ്തരായ ഗായകരാണ് പാടിയിട്ടുള്ളത്. വിധു പ്രതാപും, അഖില ആനന്ദ്, ശ്രീറാം സാർ, ജി ശ്രീറാം, ലക്ഷ്മി ബെൻസൺ, രാജലക്ഷ്മി, ഇവരെല്ലാവരും അവാർഡ് ജേതാക്കളൊക്കെയാണല്ലോ. അപ്പൊ ഇവരുടെ വളരെ മനോഹരമായ മധുരമായ അവരുടെ ഗാനത്തിലൂടെ എന്റെ വരികൾ സായുജ്യമടഞ്ഞപ്പോ കണ്ണന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അതെന്ന് ഞാൻ കരുതുന്നു. എന്റെ മോൻ ശ്രീജിഷ്ണുവും അതിലൊരു കവിത പാടിയിട്ടുണ്ട്. അപ്പൊ ഈ തൃക്കൈവണ്ണ CD-യുടെ പ്രകാശനത്തെ കുറിച്ച് പറയുമ്പോ കണ്ണനെ അടുത്ത് കണ്ട ഒരു നിർവൃതിയാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞത്. അത് ലെവി ഹാളിൽ വെച്ച് ആരാധ്യയായ അശ്വതി തിരുനാൾ തമ്പുരാട്ടി പ്രകാശനം ചെയ്തു. MG രാധാകൃഷ്ണൻ സാറിന്റെ പത്നി ശ്രീമതി പത്മജ രാധാകൃഷ്ണന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു എന്നുള്ളത് എന്റെ വലിയ ഒരു ധന്യത, ജീവിതത്തിലെ ഒരു ധന്യ മുഹൂർത്തമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ ഒരു CD-യുടെ റെക്കോർഡിങ്ങിനിടയ്ക്ക് അതിന്റെ പ്രകാശന വേളയിലൊക്കെ ഭഗവാന്റെ ഒരു സാന്നിധ്യം അനുഭവിച്ചറിയുന്ന പോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് എന്റെ ആദ്യത്തെ CD തൃക്കൈവണ്ണ. പിന്നീട് ഒരു ഭക്തിഗാന CD കൂടി റെഡിയായിട്ടുണ്ട്. അത് കോയിക്കൽ പള്ളിയറ ദേവി ഗീതങ്ങളാണ്. ഇവിടെ
ഹസ്ബൻഡിന്റെ കുടുംബ ക്ഷേത്രമാണ് കോയിക്കൽ പള്ളിയേറ ഭഗവതി ക്ഷേത്രം. അപ്പൊ വളരെ ശക്തിയുള്ള അഭീഷ്ടവരദായിനിയായ ദേവിയാണ് അവിടെ, ദുർഗയും ഭദ്രയുമാണ്. അപ്പൊ ആ ദേവിയെക്കുറിച്ച് ഒരാഴ്ച കൊണ്ട് എനിക്ക് ഇത്രയും എഴുതാൻ പറ്റി, ഇത്രയും ഗാനങ്ങൾ എഴുതാൻ പറ്റി എന്നുള്ളത് പറയുമ്പോൾ തന്നെ കോരിത്തിരിക്കുന്ന ഒരു ഇതാണ്. അത് ഒരാഴ്ച കൊണ്ട് റെക്കോർഡ് ചെയ്യാനും സാധിച്ചു. ഇത്രയും പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ശ്രീ ബെൻസൺ ആണ് അതിന് എന്നെ ഒരുപാട് സഹായിച്ചത്. ബെൻസന്റെ സ്റ്റുഡിയോയിലാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തതുമൊക്കെ. അപ്പൊ എല്ലാവരെയും സംഘടിപ്പിച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, അത് ആ ഒരു ഉത്സവ ദിനം തന്നെ പ്രകാശനം ചെയ്യാനൊക്കെ സാധിച്ചു. അമ്പലത്തിൽ വെച്ച് കൊടിയേറിയ മുഹൂർത്തത്തിൽ തന്നെ പ്രകാശനം ചെയ്യാൻ സാധിച്ചതൊക്കെ ഈശ്വരന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതെന്റെ രണ്ടാമത്തെ സീഡിയാണ്. ഭഗവാന്റെ ഒരു കൃപാകടാക്ഷം ഇങ്ങനെ അനുഭവിച്ചു പോകുമ്പോ ആണ് എനിക്കിങ്ങനെ എഴുതാൻ സാധിക്കുന്നതൊന്നും. അല്ലാതെ എഴുതാൻ വേണ്ടി ഇതുവരെ ആലോചിച്ച് എഴുത്തൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിൽ എഴുതാൻ തോന്നുമ്പോൾ അങ്ങ് എഴുതും. പിന്നീട് അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയോ എട്ടിത്തിരുത്തലുകൾ നടത്തുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് പ്രഗത്ഭരായ സാഹിത്യകാരന്മാരൊക്കെ പറയാറുള്ളത്. പക്ഷെ എനിക്കതൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ ഒരു സീഡിയും കൂടി ഉണ്ട്, ഉണ്മ എന്നാണ് അതിന്റെ പേര്. അത് എന്റെ കവിതകളുടെ, ചിത്ര ശ്രീകുമാറിന്റെ കവിതകൾ വോള്യം 1 എന്നാണ് അതിന് കൊടുത്തേക്കുന്നത്. എന്റെ കവിതകൾ ഞാൻ തന്നെ ചൊല്ലിയതാണ്. അത് അങ്ങനെ വിൽപ്പനയായിട്ടൊന്നും നടത്തിയിട്ടില്ല. പ്രകാശനമൊക്കെ ചെയ്തു. സായിഗ്രാമത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. സായിഗ്രാമത്തിൽ വെച്ച് എന്റെ ഒരുപാട് പുസ്തകങ്ങൾ, പല പുസ്തകങ്ങളും സായിഗ്രാമത്തിൽ വെച്ച് പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ധന്യതയായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോ ഇത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്റെ കവിതകൾ. അതാണ് എന്റെ CD. ഇനി ഒരു CD ആറ്റുകാലമ്മയെ കുറിച്ച് എഴുതണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ഈ ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ സാധിക്കുമായിരിക്കും. അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. ഇതെന്റെ ഒരു ആഗ്രഹമാണ്. പാചക പുസ്തകങ്ങൾ എഴുതുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഇപ്പം പാചകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് മുമ്പ് വലിയ പാചകമൊന്നും ചെയ്തുകൊണ്ടിരുന്നയാളല്ല. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ ഇവര് സ്കൂളിൽ കൊണ്ടുപോകുന്നത് മുഴുവൻ കഴിക്കാതെ വരുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായല്ലോ. അപ്പോ എങ്ങനെയാണ് ഇവർക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ച് പല പല പരീക്ഷണങ്ങളും ഞാൻ ചെയ്തു. അങ്ങനെയാണ് പാചക രംഗത്തേക്ക് ഞാൻ കടക്കുന്നത് തന്നെ. ഇപ്പം മക്കൾക്ക് വേണ്ടി വളരെ കളർഫുൾ ആയിട്ടുള്ള കുറെ റെസിപ്പീസ് ഞാൻ തയ്യാറാക്കി. ഇപ്പം ചക്ക മുതൽ ചിക്കൻ വരെ എന്നുള്ള ഒരു പുസ്തകം NBS-ൽ ചെയ്തു. അപ്പൊ അതെനിക്ക് വളരെ ഒരു പ്രചോദനമായി. ചക്ക മുതൽ ചിക്കൻ വരെ എന്നുള്ള പുസ്തകം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് സ്വാതീറും പൊതുവിഭവങ്ങൾ എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പൊ അതിലെല്ലാം പുതിയ ഡിഷസ് ആണ്, അതിൻ്റെതായ പരീക്ഷണങ്ങളാണ് അതിൽ മിക്കതും. പിന്നെ തനിനാടൻ മറുനാടൻ, നമുക്കറിയാം നമ്മളുടെ ധാരാളം നാടൻ വിഭവങ്ങൾ, വളരെയധികം ആരോഗ്യപ്രദവും ഔഷധമൂല്യവുമുള്ള ധാരാളം വിഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നമ്മളുടെ പുതുതലമുറയ്ക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ധാരാളം കുട്ടികളുണ്ട്. ചേമ്പിൻതാളും ചേനത്തണ്ടും അതുപോലെയുള്ള ചെമ്പരത്തിപ്പൂവും ഒക്കെ വളരെ ഔഷധമൂല്യമുള്ള ധാരാളം വിഭവങ്ങൾ, നാരടങ്ങിയ ഭക്ഷണവും ധാതുക്കളും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ ധാരാളം വസ്തുക്കൾ നമ്മളുടെ ചുറ്റുപാടുമുണ്ട്. പ്രകൃതി കാരുണ്യശാലിയാണ്, പ്രകൃതി വരദായിനിയാണ്. അപ്പൊ പ്രകൃതി നമുക്ക് ധാരാളം പൂക്കളും കായ്കളും കനികളും ഔഷധമൂല്യമുള്ള ധാരാളം വിഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ വിനിയോഗിക്കണം എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് പലർക്കും അറിഞ്ഞുകൂടാ.
അപ്പോ ഈ തനിനാടൻ മറുനാടൻ എന്നുള്ള ഒരു പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് വളരെ സന്തോഷം ഉണ്ടായ ഒരു കാര്യമാണ്. 3 പാചക പുസ്തകം കഴിഞ്ഞപ്പോൾ ഇനി ഒരു വ്യത്യസ്തമായ പുസ്തകം വേണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായി. അപ്പൊ ഞാൻ BSc ബോട്ടണിയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു അറിവ് ഔഷധ സസ്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും എനിക്ക് പ്രേരണ നൽകി. അപ്പൊ നമുക്ക് ചുറ്റുപാടും കാണുന്ന ഈ കീഴാർനെല്ലിയും മുക്കുറ്റിയും തഴുതാമയും വലിയ പുഷ്പവും കറുകയും ഒക്കെ കൊണ്ട് അതിനൊക്കെ ഒരുപാട് ഔഷധ മൂല്യമുണ്ട്. ഈ സാധാരണ നമ്മൾ പറയുന്ന നാടൻ ചെറിയില്ലേ കരോണ്ട, അപ്പൊ കരോണ്ടയിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ ഉണ്ടെന്നുള്ളത് പലർക്കും പറഞ്ഞുകൂടാ. പല വീടുകളിലും ഇതൊരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ വീണു പോവുകയാണ് ഇതിന്റെ കായ്കൾ, ആരും അത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതൊക്കെ വെച്ച് പുതിയ ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കാം എന്നുള്ള ഒരു പരീക്ഷണം, അത് ആ പുസ്തകം ചെയ്യാൻ ഔഷധ കറികൾ എന്നുള്ള ഒരു പുസ്തകം HNC ഇറക്കിയതാണ്. അപ്പൊ ഈ ഒരു പുസ്തകത്തിനാണ് ഞാൻ ശരിക്കും കുറെ സ്ട്രെയിൻ ചെയ്തത്. കാരണം ഈ ഔഷധ സസ്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിച്ചു. എന്നിട്ട് അതുകൊണ്ട് എങ്ങനെ എന്ത് വിഭവം തയ്യാറാക്കാമെന്ന് പരീക്ഷിച്ച് അത് ചെയ്തു നോക്കി അതിന്റെയൊക്കെ ഫോട്ടോ എടുത്തു വെച്ച് മക്കളും വളരെ അടുത്തുള്ള വളരെ നല്ല സുഹൃത്തുക്കൾ കുറച്ചുപേര് എനിക്കുണ്ട്. അപ്പൊ അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അത് ഇങ്ങനെ ഒരു പുസ്തകമാക്കാൻ കൊടുക്കാം. അപ്പം ഇങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോ HNC വളരെ സന്തോഷത്തോടെ അത് സമ്മതിച്ച് നല്ലൊരു പുസ്തകമാക്കി ഇറക്കുകയും ചെയ്തു. NBSൽ അടുത്ത പുസ്തകം തയ്യാറാവുന്നുണ്ട്, നേത്ര സുരക്ഷയ്ക്ക് ഇല വിഭവങ്ങൾ. നമുക്കറിയാം, നമുക്ക് ഇപ്പൊ ഈ കമ്പ്യൂട്ടറിൽ തന്നെ കണ്ണും നട്ടിരിക്കുന്നതാണ് പുതിയ തലമുറ. കുഞ്ഞു അവന്മാർ തന്നെ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ കൊണ്ട് അഹോരാത്രം കഴിച്ചു കൂട്ടുകയാണ്. അപ്പൊ അവർക്ക് സ്വാഭാവികമായും കൊച്ചുപ്രായത്തിൽ തന്നെ കണ്ണട വെക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നു. അപ്പൊ നമുക്ക് ഈ നേത്ര സുരക്ഷ നൽകുന്ന പ്രദാനം ചെയ്യുന്ന ധാരാളം ഇല കറികൾ സസ്യജാലം നമ്മളുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ അത് എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് പല അമ്മമാർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വളരെ സിമ്പിളായിട്ട് വളരെ അനായാസം തയ്യാറാക്കാവുന്ന ആരോഗ്യപ്രദമായ കുറെ വിഭവങ്ങളാണ് ഈ നേത്ര സുരക്ഷയ്ക്ക് ഇല വിഭവങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് ഇറങ്ങിയിട്ടില്ല. ഇനി 2 പുസ്തകവും കൂടി അച്ചടിയിലാണ്. ഒന്ന് സദ്യ വിഭവങ്ങൾ, അത് മൈത്രി ബുക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി വളരെ സന്തോഷമായ വേറൊരു കാര്യം കൂടിയുണ്ട്. പൊങ്ങ് കൊണ്ട്, തേങ്ങയുടെ പൊങ്ങ് കൊണ്ട് കുറെ വിഭവങ്ങൾ ഞാൻ ഹിന്ദിയിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് കുറെ കൂടുതൽ ഡിഷസ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പൊങ്ങ് കൊണ്ടുള്ള ഒരു പുസ്തകം തന്നെ നമുക്ക് പൊങ്ങ് വിഭവങ്ങളുടെ അങ്ങനെ തയ്യാറാക്കാമെന്ന്. അപ്പൊ പൊങ്ങ് മാത്രമല്ല, നാളികേരത്തിന്റെ ചില സ്പെഷ്യൽ ഡിഷസ് ആയിട്ടത് ചെയ്യാമെന്ന് HNCയുടെ ഒരു അനുവാദം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണിപ്പോ എന്റെ അടുത്ത ഒരു ലക്ഷ്യം. അതും ഞാൻ ചെയ്യാണ്. പിന്നെ എൻ്റെ ഒരു കുക്കറി വിശേഷം എന്ന് പറഞ്ഞാല് ഞാനിപ്പോൾ കുക്കറി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതെന്റെ വീട്ടിൽ തന്നെയാണ്. അവധി കിട്ടുന്ന ദിവസങ്ങളിൽ, എല്ലാ അവധി ദിവസവുമല്ല, എനിക്ക് സൗകര്യം ഉണ്ടാവുകയും കൂടി ചെയ്യുന്ന അവധി ദിവസങ്ങളിൽ ഫേസ്ബുക്കില് ചിത്ര ശ്രീകുമാർ എന്നുള്ള അതില് ഫേസ്ബുക്കില് ഇന്ന ഡേറ്റിൽ ഇന്നതാണ് എന്നുള്ളത് ഡീറ്റെയിൽസ് ഇടും. എന്നിട്ട് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ടി കുക്കറി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില കുക്കറി മത്സരങ്ങളിലൊക്കെ സമ്മാനം നേടിയിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ജയ്ഹിന്ദിന്റെ തന്നെ പച്ചടി കിച്ചടി പാചക മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടി എന്നുള്ളത് വളരെ സന്തോഷം തോന്നിയ മുഹൂർത്തമാണ്. അത് പാചകം പിന്നെ ഇപ്രാവശ്യത്തെ സ്നേഹിതയിലും ഉണ്ട്. സ്നേഹിതയിലും വനിതയിലും അതുപോലെയുള്ള മഹിളാരത്നം ഗൃഹലക്ഷ്മിയിലൊക്കെ പാചക കുറിപ്പുകളൊക്കെ അയക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ഇങ്ങനെ പാചക പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം.
ചിത്രയുടെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ചിത്ര കവയിത്രിയാണ്, ഒരു പാട്ടുകാരിയാണ്, അതിനൊക്കെ പുറമെ നമ്മളെ അടുക്കളയിൽ സഹായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകത്തിന് ഉടമ കൂടിയാണ്. ചിത്രയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പെൺമയിലൂടെ മറ്റൊരു വ്യക്തിത്വവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ നന്ദി, നമസ്കാരം.